നീറ്റ് 2026 റിസൾട്ട് വന്നിരിക്കുകയാണ് മക്കളെ. സോ കാറ്റഗറി വൈസ് ഉള്ള കട്ട് ഓഫ് ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അതിനു മുൻപ് ആരൊക്കെ എത്ര നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് ഈ ഒരു ഇയറിൽ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത് നോക്കാം. ഏകദേശം 11,21,185 കുട്ടികളാണ്. അതായത് എക്സാമിന് രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ പകുതി കുട്ടികൾ മാത്രമാണ് നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തത്. ഇവർക്ക് മാത്രമാണ് അലോട്ട്മെന്റ് പ്രോസസ്സിൽ, കൗൺസിലിംഗ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ആൻഡ് അതേപോലെ കേരളത്തിൽ നിന്ന് നീറ്റ് ക്വാളിഫൈഡ് ആയ കുട്ടികളുടെ എണ്ണം 51,782. ഈ 51,000 കുട്ടികൾ മാത്രമാണ് നീറ്റ് എക്സാം പാസ് ആയത്, ക്വാളിഫൈ ആയത്. നീറ്റിന്റെ കൗൺസിലിംഗ് പ്രോസസ്സിൽ ഇവർക്ക് മാത്രമായിരിക്കും കേരളത്തിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുക, 51,000 കുട്ടികൾ. ഇനി നമുക്ക് നീറ്റിന്റെ കട്ട് ഓഫ് ക്വാളിഫൈങ് സ്കോർ നോക്കാം. ജനറൽ കാറ്റഗറിയിൽ തന്നെ വരുന്ന ഇക്കണോമിക്കലി വീക്കർ സെഷൻ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, ഈ രണ്ട് കാറ്റഗറി, അതായത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളും ജനറലിലെ EWS, രണ്ടുപേരുടെയും കട്ട് ഓഫ് എന്ന് പറയുന്നത് 213 സ്കോർ. അപ്പൊ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 144 ആയിരുന്നു. പക്ഷെ ഇത്തവണ 213 സ്കോർ ഉയർന്നിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ നീറ്റ് സ്കോർ വർദ്ധിച്ചു എന്ന് തന്നെയാണ്. കഴിഞ്ഞ വർഷം 144 സ്കോർ ചെയ്ത ആൾക്കാര് ജനറൽ കാറ്റഗറിയിൽ നീറ്റ് ക്വാളിഫൈഡ് ആയിരുന്നു. പക്ഷെ ഇത്തവണ 213 കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ കട്ട് ഓഫ് ഉയർന്നു, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. കുട്ടികളുടെ സ്കോറും ഉയർന്നിട്ടുണ്ട്. അതായത് ഗവൺമെന്റ് MBBS സീറ്റ് നമുക്ക് കിട്ടാനുള്ള കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ തോതിൽ ഉയരാനുള്ള സാധ്യത തന്നെയുണ്ട്. അതേപോലെ കഴിഞ്ഞ വർഷത്തെ ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് 686 ആയിരുന്നു. 700 മുകളിൽ ആർക്കും സ്കോർ ഇല്ലായിരുന്നു, നീറ്റ് സ്കോർ ഇല്ലായിരുന്നു. കാരണം എക്സാം നല്ല രീതിയിൽ ടഫ് ആയിരുന്നു. പക്ഷെ ഇത്തവണ ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് 715 ആണ്. 715 ടോപ്പ് സ്കോർ വന്നിരിക്കുന്നത്. അതും നമുക്ക് നീറ്റ് സ്കോറിലുള്ള ആ ഒരു വർധനവ് തന്നെയാണ് കാണിക്കുന്നത്. ബാക്കി എല്ലാ കാറ്റഗറിയും OBC, ST കാറ്റഗറികളുടെ കട്ട് ഓഫ് 177 മാർക്കാണ്. ഓക്കെ, 177 ആണ്. ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ആണ് 213. അപ്പൊ മറ്റേ ആളുകളിൽ SC, ST, OBC കാറ്റഗറിയിലെ കുട്ടികൾ എടുക്കുകയാണെങ്കിൽ 177 സ്കോർ ആണ് നിങ്ങളുടെ ക്വാളിഫൈങ് സ്കോർ എന്ന് പറയുന്നത്. ഓക്കെ, ജനറൽ കാറ്റഗറിയിൽ തന്നെ PWD കാൻഡിഡേറ്റ്സിന്റെ കട്ട് ഓഫ് 194 ആണ്. SC, ST, OBC ആൻഡ് PWD കാറ്റഗറിയിൽ വരുന്ന കുട്ടികളുടേത് 177, 177 തന്നെയാണ്. അതാണ് ഈ വർഷത്തെ നീറ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ആൻഡ് 715-നും 213-നും ഇടയിൽ ഏകദേശം 10 ലക്ഷത്തോളം കുട്ടികൾ സ്കോർ ചെയ്തിട്ടുണ്ട്. 213-നും 715-നും ഇടയിൽ ഏകദേശം 10 ലക്ഷത്തിലോളം കുട്ടികൾ ജനറൽ ആൻഡ് EWS കാറ്റഗറിയിൽ വരുന്നുണ്ട്. അങ്ങനെ മൊത്തം ഓൾറെഡി നമ്മൾ പറഞ്ഞു 11,21,185 കുട്ടികൾ ഈ വർഷത്തെ നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തു. ഇവർക്ക് മാത്രമാണ് നീറ്റിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സുകളിൽ ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഓൾ ഇന്ത്യ കോട്ടയിലേക്കും എയിംസിലേക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതും കേരളത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതും ഒക്കെ ഈ ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിന്, ഈ ഒരു 11 ലക്ഷത്തിൽ പെടുന്ന കുട്ടികൾക്ക് മാത്രമായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് ഗവൺമെന്റ് MBBS സീറ്റുകളുടെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫും അലോട്ട്മെന്റ് പ്രോസസ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വരുന്ന വീഡിയോസിലൂടെ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ നീറ്റ് സ്കോർ ഒക്കെ എത്രയാണെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.